നമസ്കാരം. അമേരിക്ക തൊടുത്തുവിട്ട ചുങ്കപ്പൂരിൽ സ്വർണ്ണവില കുതിച്ചുയരുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ യുദ്ധത്തിൽ മൂക്കുകുത്തിയത് ക്രൂഡ് ഓയിൽ കൂടെയാണ്. ബാരൽ എണ്ണയ്ക്ക് $60 താഴേക്ക് ഇടിഞ്ഞു. വിപണിയിൽ എണ്ണയ്ക്കുള്ള ആവശ്യം കുറഞ്ഞതാണ് വില ഇടിയാൻ കാരണം. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചന ലഭിച്ചതും വിപണിയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ക്രൂഡ് ഓയിൽ ഉൽപാദനം കൂട്ടാൻ സൗദിയും റഷ്യയും അടങ്ങുന്ന എണ്ണ ഉൽപാദക രാജ്യങ്ങൾ തീരുമാനിച്ചത്. ഇത് വീണ്ടും വില കുറയാൻ കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആവശ്യം കുറയുകയും ലഭ്യത കൂടുകയും ചെയ്യുന്നതാണ് വില താഴാൻ കാരണമാകുന്നത്. ഈ വേളയിൽ രണ്ടും കൽപ്പിച്ച് മോദി എടുത്ത തീരുമാനം ഏവരെയും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യം കുറഞ്ഞിരിക്കെ ഉൽപാദനം കൂട്ടുന്നത് മികച്ച വിപണന തന്ത്രമല്ല. എന്നിട്ടും സൗദി ഉൽപാദനം കൂട്ടിയതിന് പിന്നിൽ എന്തെന്ന ചോദ്യം ശക്തമാണ്. തൊട്ടു പിന്നാലെ ചൈനയും ഇന്ത്യയും എല്ലാം ഉൾപ്പെടുന്ന മേഖലയ്ക്ക് വിൽക്കുന്ന എണ്ണയ്ക്ക് സൗദി അറേബ്യ വില കുറയ്ക്കുകയും ചെയ്തു. അതായത് സൗദിയുടെ എണ്ണ വാങ്ങാനെത്തുന്നവർ വർദ്ധിക്കാൻ ഇത് സഹായിക്കും. അറബ് ലൈറ്റ് ഇനം ക്രൂഡ് ബാരലിന് $2.3 സൗദി കുറച്ചിരിക്കുന്നത്. ഇത്രയും വലിയ ഇടിവ് വരുത്തുന്നത് സമീപകാലത്ത് ആദ്യമാണ്. എന്നാൽ വില കുറച്ച് നൽകുന്നതിലൂടെ വിൽപ്പന കൂട്ടുക എന്ന തന്ത്രമാണ് സൗദിക്ക്. ഇതിൽ ചൈന വീഴുകയും ചെയ്തു എന്നാണ് പുതിയ വിവരം. മെയ് മാസം മുതലുള്ള എണ്ണയ്ക്കാണ് സൗദി വില കുറച്ചിരിക്കുന്നത്. മെയ്യിൽ കൂടുതൽ എണ്ണ വാങ്ങാൻ ചൈന ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ മാസങ്ങൾ വരെ ചൈന സൗദിയിൽ നിന്ന് വാങ്ങിയത് 35.5 ദശലക്ഷം ബാരൽ എണ്ണയാണ്. എന്നാൽ മെയ് മാസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത് 48 ദശലക്ഷം ബാരൽ എണ്ണ. വില കുറഞ്ഞു കിട്ടുന്ന വേളയിൽ കൂടുതൽ വാങ്ങി സൂക്ഷിക്കുകയാണ് ചൈന. ചൈനയിൽ സൗദിയുടെ സഹായത്തോടെ എണ്ണ സംഭരണ കേന്ദ്രവും തുടങ്ങുകയാണ്. സൗദി അറേബ്യ അടവ് മാറ്റുമ്പോൾ തിരിച്ചടി റഷ്യയ്ക്കായിരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. പിന്നെയാണ് അമേരിക്കയും ഇന്ത്യയും എല്ലാം വരുന്നത്. ചൈനയെയും ഇന്ത്യയെയും ലക്ഷ്യമിട്ടാണ് സൗദി ക്രൂഡ് വില കുറച്ചു കൊടുത്തത്. ഈ രണ്ട് വിപണികളും കീഴടക്കുകയാണ് സൗദിയുടെ ലക്ഷ്യം. ചൈന കൂടുതൽ ബുക്ക് ചെയ്ത പിന്നാലെ ഇന്ത്യയും ഇതേ വഴി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ സൗദി ലക്ഷ്യം കാണുമെന്ന് ചുരുക്കം. അമേരിക്കയിൽ നിന്ന് ചൈന എണ്ണയും വാതകവും വാങ്ങാറുണ്ട്. ഇതിന് താരിഫ് കൂട്ടിയിരിക്കുകയാണ് ചൈനീസ് ഭരണകൂടം. ഇതോടെ എണ്ണ കമ്പനികൾ സൗദിയും റഷ്യയും കൂടുതൽ ആശ്രയിച്ചേക്കും. അമേരിക്കയ്ക്ക് മറ്റൊരു തരത്തിൽ തിരിച്ചടി നൽകുക കൂടിയാണ് ചൈന ചെയ്യുന്നത്. നിലവിൽ റഷ്യയിൽ നിന്നാണ് ചൈന കൂടുതൽ എണ്ണ വാങ്ങുന്നത്. 2ാം സ്ഥാനത്താണ് സൗദി. വില കുറച്ച് നിൽക്കുന്നത് കൊണ്ടാണ് റഷ്യ ചൈന കൂടുതലായി ആശ്രയിക്കുന്നത്. ഈ തന്ത്രം തന്നെയാണ് ഇപ്പോൾ സൗദിയും സ്വീകരിക്കുന്നത്. ഇറാനിൽ നിന്ന് ചൈന വൻതോതിൽ എണ്ണ വാങ്ങുന്നുണ്ട്. ക്ലെപ്പർ ഡേറ്റ പ്രകാരം മാർച്ചിൽ ചൈന ഇറക്കിയ എണ്ണയുടെ 13% ഇറാനിൽ നിന്നാണ്. ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധം ചുമത്തിയേക്കുമെന്നാണ് പുതിയ വിവരം. ഇത് പ്രാബല്യത്തിൽ വരും മുൻപ് പരമാവധി എണ്ണ സംഭരിക്കുകയാണ് ചൈന ചെയ്യുന്നത്. ഫെബ്രുവരിയിൽ ഇറാനിൽ നിന്ന് ഓരോ ദിവസവും 7.47 ലക്ഷം ബാരൽ എണ്ണ ഇറക്കിയ ചൈന മാർച്ചിൽ 13.7 ലക്ഷമാക്കി ഉയർത്തി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.